പറഞ്ഞു കേട്ടോ. എന്തുവാണേ? ഇപ്പൊ എണീറ്റേ ഉള്ളോ? ഓ പിന്നെ ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കരുത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുക. പെണ്ണിനെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്ന അവിടെ പഠിത്തം കേട്ടെന്ന് ഞാൻ പറഞ്ഞില്ലോടെ. നല്ല പഠിത്തമാണ് പെണ്ണിപ്പൊ പഠിക്കണത്. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പറയണ്ടെന്ന് കരുതി കടിച്ചു പിടിച്ചിട്ട് പറ്റണില്ല. ചങ്കിലിരുന്ന് തിങ്ങയാണ്. നീ എന്തുവായി പറയുന്നേ? ആ പൈലിയുടെ മോനുണ്ടല്ലോ, ഗൾഫിൽ പോയേക്കണ ചക്കൻ. അവനെന്താ പറ്റി? അവനിപ്പൊ ലീവില് വന്നിട്ടുണ്ട്. അവന് നമ്മുടെ പെണ്ണുമായിട്ട് കത്രീനയാണ് പറഞ്ഞത്. ടൗണിൽ വെച്ച് കണ്ടെന്ന്. രണ്ടാളും കൂടെ മോട്ടോർ സൈക്കിളുമേ ഒച്ചപ്പാടുണ്ടാക്കി ആളുകളെ കൂട്ടരുത്. അപ്പച്ചനി കേട്ടത് നേരാണോ? നേരാണോന്നോ? എടി പൈലിയുടെ മോന്റെ കൂടെ നീ മോട്ടോർ സൈക്കിളെ പോയെന്ന് ഞാൻ കേട്ടത് നേരാണോന്ന്? ഒന്നുകളെ ഞാൻ ചോര നീരാക്കിയാണ് ചോറ് തരുന്നത്. രണ്ടായിരം കാണിച്ചേടില്ല. അങ്ങോട്ട് മാറി നിൽക്കുന്നല്ലേ? ഇവളെ കോളേജിൽ പോയി എന്തിനാണെന്നറിയോ? കണ്ണി കണ്ട ആമ്പിള്ളാരുടെ കൂടെ ഊരി ചുറ്റാനാ. അത് എന്തിനും പോകുന്ന പൈലയുടെ മോന്റെ കൂടെ ചാവിട്ടി ഇവിടെ ആങ്ങളെ നമ്മളെ രക്ഷിക്കാൻ നോക്കുന്നു. ഇവിടെ ഇന്ന് ഞാൻ ശരിയാക്കും. ഇതൊള്ളാടി സണ്ണിക്കുട്ടിക്ക് എന്നെ ഇഷ്ട. നിനക്ക് സണ്ണിക്കുട്ടി ഇഷ്ടാന്നോ? ഇഷ്ടമാണെന്ന് പറയടി. നിനക്ക് ഇഷ്ടമാണല്ലോടി? എന്നെ പിടിക്കരുതാ പറഞ്ഞേ. നീഞ്ചരുവം കൊടുത്ത് പണിക്ക് വിടണ ഇവളൊക്കെ. നാലക്ഷരം പഠിച്ചോട്ടെന്ന് കരുതിയപ്പോ തലേ കയറണ കടുംപിടുത്തം പിടിച്ചാണല്ലോ. പണ്ടത്തെ കാലമൊന്നും വലുത്. അപ്പനീ കാര്യണ്ട. ഇത് ഞാൻ നോക്കാം. ഇപ്പൊ തന്നെ എഴുന്നള്ളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ പറയേണ്ടിരുന്നാൽ എങ്ങനെയാണ്? എന്തെങ്കിലും വന്ന് ഭവിച്ച തന്ത എന്നോടല്ലേ ചോദിക്കുള്ളൂ. ഇനി എവിടെ കഴിയുന്ന അങ്ങനെ വരത്തില്ല. ഇനി കോളേജിൽ പോയാ മര്യാദക്ക് അവനവന്റെ കാര്യം നോക്കി തിരിച്ചു പോകണം. മനസ്സിലായോ? കാളയിലോ? അവളിനി കാളയിലും പോകണ്ട, കോപ്പിലും പോകണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാ? അന്ത്യ അവളെ വെള്ളം കോരിട്ട് ഇപ്പൊ കല ഉടക്കണം. ആ കോരിടത്തുള്ളൊക്കെ മതി. എന്റെ അപ്പ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലയോ? പറഞ്ഞെല്ലാം കേട്ടല്ല. നടത്തേണ്ട കാര്യങ്ങള് സമയാസമയങ്ങൾ ഞങ്ങൾ നടത്തിക്കോളാം. ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായെന്നറിഞ്ഞ അപ്പച്ചൻ പറഞ്ഞ പോലല്ല. അച്ചാച്ചന്റെ തനി സ്വഭാവം മോള് കണ്ടിട്ടുണ്ടല്ലോ. ചെല് ചെല് മോൻ കഴുകിട്ട് കോളേജ് പോ. എന്താ ഇവിടെ ഒരു തല്ലും വിളി? ഒന്നുമില്ല. സോഫി മോളെ കരച്ചില് കേട്ടല്ലോ. അത് അപ്പന് കാലത്തെ ചൂട് കളിയതാ. എടാ മോനെ പാപ്പച്ച, ആ ചെറുക്കൻ നല്ലവനാണെന്നാ കത്രീന പറയണത്. കാണാനും മിടുക്കനാ. അവിടെ തലേ വരെ അങ്ങനാണെങ്കി പിന്നെ നീ പുറകെ ഉണ്ടെന്ന് അവളറിയോ? വേഷം മാറിപ്പോയാലാ? വേഷം മാറാനാ? അല്ല, ഈ സീഡിപ്പണിയാകുമ്പോഴൊക്കെ വേഷം മാറി പോണല്ലേ നല്ലത്? വേഷം മാറി കുളവാക്കല്ലേ. അതൊക്കെ ഞമ്മക്ക് വിട്. പക്ഷെ കോളേജ് വരെ പോണെങ്കി ബാറ്റ വേണം. ബാറ്റയോ? വണ്ടിക്കാശ് ആകെ 2 രൂപ കയ്യിലുള്ളു. അതൊക്കെ തരാടേ. ചെല്ല്. എന്നാ ഓക്കെ. ഓക്കെ. നല്ല ആളാ. ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. ഇന്ന് എന്ത് പറ്റി? രാവിലെ 8 മണി വരെ ഇവിടെ കുത്തിയിരിക്കാൻ തുടങ്ങിയതാ. വാ കേറ് കേറ്. വേണ്ട സണ്ണിക്കുട്ടി, ഞാൻ വരുന്നില്ല. അത് കൊള്ളാം. ദേ ഞാൻ നാളെ തിരിച്ചു പോവാ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വാ കേറ്. ഇല്ല, ബൈക്ക് കയറിയുള്ള ചുറ്റല് ഇനി ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്കുകൊടുത്തിരിക്കുക. എന്തുവാ തീ ഇല്ലയോ? ഉണ്ട്. പിന്നെന്തുവാ കൊറേ നേരം ആയല്ലേ കത്തിക്കാൻ തുടങ്ങിയിട്ട്? അതെ, ഈ ബീഡിക്ക് ഇത്തിരി നനവുണ്ട്. കത്തി കത്തി കത്തി. പിന്നെ ഈ 9:30 ബസ് എപ്പോ വരും? 9:30 ബസ് എപ്പോ വരും? 9:30 ബസ് 9:30 വരും. അല്ലാ എന്തുവാ?
അല്ല അതറിയാൻ ചോദിച്ചാണ്. അയ്യേ എന്തുവാ ഇത്? വേണ്ട, എടുത്തിയാടി കാര്യങ്ങൾ വഷളാക്കണ്ട. അടുത്ത ലീവിന് വരുമ്പോ നമുക്ക് എല്ലാ പ്രശ്നവും സോൾവ് ചെയ്യാം. അതുവരെ ഇയാളൊന്ന് ബോൾഡായിട്ട് നിന്നാ മതി. എന്തേ? ധൈര്യമായിട്ടിരിക്കടോ, ഞാനില്ലേ തൻ്റെ കൂടെ. ഓക്കെ? അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ അവളെ ശരിക്കും ഒന്ന് വരട്ടേക്കണം. അന്നാ വിട്ടോ. അയ്യോ, കുറച്ചേരം ആയല്ലോ താങ്കൾ പതുങ്ങാൻ തുടങ്ങിയിട്ട്. അത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ബീഡിയേ. പീടിയാ അടവ് കയ്യിലിരിക്കട്ടെ. കുറച്ചേരാ ഞാൻ കാണുന്നത് താൻ ആ ബസ് സ്റ്റോപ്പിലെ പെങ്കൊച്ചിനെ പതുങ്ങി നോക്കണത്. സത്യം പറ, താൻ പെൺവാടുപ്പക്കാരനല്ലയോ? അയ്യോ പഠിച്ചവനാണ്. പട്ടാപ്പാല് വേണ്ട ഞാൻ കഴിക്കണം. പന്നികളെ എന്താ പ്രശ്നം? എന്താ എന്റെ കോളേജിലുള്ളതാ. എന്തിനാ മോളെ അവന്മാര് പിടിച്ചു വലിച്ചേ? അറിയത്തില്ല. കോളേജിലെ തെമ്മാടി പിള്ളേര്. തെമ്മാടികളാ? എന്നാ പിന്നെ അവന്മാരെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. ഉസ്മാനിക്ക പ്രശ്നം ഉണ്ടാക്കണ്ട. പ്രശ്നം ഉണ്ടാക്കണ്ട. മോള് മാറ്. കാര്യം എന്താണെന്ന് അറിയണ്ടേ? മോള് ധൈര്യമായിട്ട് കോളേജിൽ പോയിക്കോ. ഉസ്മാൻ പറയണ്ടാവും. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഡേഞ്ചറിനോട് അവന്മാര് കളിച്ചേണ്ടത്. നോക്കടാ പന്നികളെ, വെറുതെ വിടുകടാ. ആശാനേ, ആശാനേ. ഹെഡ്മാസ്റ്റർ മുറിയതാ. പ്രിൻസിപ്പളാ എന്തെങ്കിലും ആട്ടെ അയാളെ മുറിയതാ. ആശാനെ നിക്കണവന്മാരാ. ദേ അവിടെ ഇടിച്ച് നോക്കടാ അവനൊക്കെ. ആര് പറഞ്ഞിട്ട് എന്റെ പെങ്ങളെ പിടിച്ച് വലിച്ചത്? അനോഷി പറഞ്ഞിട്ടാ. ഏത് അനോഷി? ചമ്പക്കര പൈലയുടെ ഡ്രൈവർ. പാടി ഇങ്ങോട്ട് പാടേ. പൈലി ഇനി ഇറങ്ങി പാടാ. തെമ്മാടി പിള്ളേരെ വിട്ട് നടു റോഡിലിട്ട് പിടിച്ചു വലിക്കാൻ എന്റെ മോൾ എന്ത് തെറ്റാണാ ചെയ്തേ? പൈലി കെട്ടുപ്രായം തികഞ്ഞൊരു പെങ്കച്ചിനോട് ഇങ്ങനെ ചെയ്യാവാടാ. എന്റെ കൊക്കിന് ജീവൻ ഉള്ളിടത്തോളം കാലം നീയുമായിട്ടുള്ള ഒരു ബന്ധവും വേണം തീരുമാനിച്ചോണ ഞാൻ. എന്നാ ഇപ്പൊ എനിക്കൊരു വാശിയുണ്ട്, എന്റെ മോളെ നിന്റെ മോനെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന്. പക്ഷേ അവന്റെ ഒറ്റ ചില്ലിക്കാശ് പോലും എടുക്കാതെ നീ ഇറങ്ങി വരണം. എന്ത് പറയണോ? തയ്യാറുണ്ടോ നീ? എങ്കിൽ താണ്ടേ ഇപ്പൊ ഇവിടെ വെച്ച് എന്റെ മോളെ ഞാൻ പിടിച്ചുതരാം. ധൈര്യം ഉണ്ടോ നിനക്ക്? വേണ്ട, എല്ലാരോടും ഇട്ട് പറയാണ്, വിശ്വസിച്ചാലും ഇല്ലേലും ഇതൊന്നും ഞാൻ വായും മനസ്സ് പറഞ്ഞ കാര്യങ്ങളല്ല. ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് അവനേ ഉള്ളൂ. തുറക്കാരെ മുഴുവൻ വിളിച്ചുകൂട്ടി മുറ്റം നിറച്ച് പന്തലിട്ട് അന്തസ്സായിട്ട് അവന്റെ കല്യാണം നടത്തണമെന്നാണ് എൻ്റെ ആശ. പാപ്പച്ച, നീ അവനെ പിടിച്ചിറക്കിക്കൊണ്ട് പോകരുത്. പാപ്പച്ചോ, തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. കാല് പിടിക്കുന്നവനെ ചവിട്ടി തള്ളരുത്. ഞാൻ ഇതുവരെ ആരും ചവിട്ടി തള്ളിട്ടില്ല ചോ. സണ്ണിക്കുട്ടിക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഈ കല്യാണം നടത്താൻ എനിക്കൊരാക്ഷേപവുമില്ല. പിതാവേ, ഞാൻ എന്തായി കേക്കണേ? എന്നാ പിന്നെ എന്ന് നടത്താന്നും കൂടി ഇവിടെ വെച്ചങ്ങോട്ട് തീരുമാനിക്ക. പൈലി പറ, എന്ന് നടത്താം. അവൻ ലീവ് കഴിഞ്ഞ് നാളെ പോവുകയല്ലോ, അടുത്ത ലീവിന് വരുമ്പോ. എന്നാ തീരുമാനിച്ചിരിക്കണു. ചെക്കൻ അടുത്ത തവണ ലീവിന് വരുമ്പോ ഈ ഇടവകക്കാരെ മുഴുവനും വിളിച്ചു കൂട്ടി കൊടുമ്പിരിയായ ഒരു കല്യാണം. എന്തേ? കാര്യങ്ങൾ ഇങ്ങനെ മംഗളാവൂന്ന് ഞാനും വിചാരിച്ചില്ല. ചോരക്കളി നടക്കൂന്നാ കരുതിയേ.
എന്തായാലും രണ്ട് വീട്ടുകാരും തമ്മിലുള്ള ഭയക്കും വെക്കാണൊക്കെ തീർന്നല്ലോ അതന്നെ വലിയ കാര്യം. അങ്ങനെ പറഞ്ഞു കൊടുക്കന്റെ ഉമ്മ. മരിച്ചു പോണ മനുഷ്യരല്ലേ, ഇന്ന് ഞാൻ നാളെ നീ. അല്ല പ്രമേന ചേച്ചി പിണങ്ങി പോവാ? അച്ഛനത് മൂന്നാമത്തെ തവണയാ എന്നെ തന്നെ ചൂണ്ടി നാളെ നീ എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അല്ല പ്രമേന ചേച്ചിക്ക് മരിക്കാൻ ഇത്ര പേടിയാ? പേടിയല്ലോ, ഞാൻ പോയിട്ട് ദേ എവളൊക്കെ സുഖമായിട്ട് ജീവിക്കുമല്ലോ എന്നുള്ള സങ്കടമാ.